ഈ ബ്രാഞ്ച് യോഗങ്ങളിലൊക്കെ താങ്കൾ കൃത്യമായി പങ്കെടുക്കാറുണ്ടോ? എനിക്കറിയില്ല ബ്രാഞ്ച് ഏതാണ്, എൻ്റെ ഘടകം ഏതാണെന്ന് എനിക്കറിയില്ല, എന്നെ അറിയിച്ചിട്ടില്ല. എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല, എനിക്കറിയില്ലത്. പാർട്ടി നടപടി എടുത്ത് എനിക്ക് എൻ്റെ ഘടകം തീരുമാനിച്ചാൽ പിന്നെ ഉറപ്പായിട്ടും ഘടകത്തിൽ പങ്കെടുക്കുമല്ലോ ഞാൻ. അതിനകത്ത് സംശയം അല്ലേ? താങ്കൾ താമസിക്കുന്ന വീടിന്റെ സമീപത്തുള്ള ബ്രാഞ്ച് ആയിരിക്കില്ല സ്വാഭാവികമായിട്ടും. ഞാൻ താമസിക്കുന്ന വീടിന്റെ പരിസരത്തുള്ള ബ്രാഞ്ച് അല്ലത്, അല്ല. അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന നിങ്ങൾ പറയുന്ന ഈ പത്രങ്ങളിൽ വന്ന വാർത്ത മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. നിങ്ങൾ പറയുന്നതാണ് ബ്രാഞ്ച് എങ്കിൽ ആ ബ്രാഞ്ച് എൻ്റെ താമസിക്കുന്ന ഞാൻ പ്രദേശത്തുള്ള ബ്രാഞ്ച് അല്ല. പക്ഷെ ആ ബ്രാഞ്ച് തന്നെയാണോ എന്നുള്ളത് എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. പാർട്ടി ഇതുവരെ അങ്ങനെ നടപടി എടുത്ത് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയെന്ന് പറഞ്ഞാലും അതൊന്നും അറിയിച്ചിട്ടില്ല. എന്നെ അറിയിച്ചിട്ടില്ല. ആ ബ്രാഞ്ചിൽ ഉണ്ടെന്ന് പോലും താങ്കൾക്ക് എപ്പോഴും അറിയില്ല. എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് പങ്കെടുക്കുന്നില്ല. ബ്രാഞ്ച് അറിയാത്തതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല. രാജ്യത്ത് മുഴുവൻ നടന്നിട്ട് ഏത് ബ്രാഞ്ചിലാണ് ഞാനെന്ന് ചോദിക്കേണ്ട ആവശ്യം. സംഘത്തിന് ലോക്കൽ സെക്രട്ടറിയോട് ചോദിച്ചാൽ ബ്രാഞ്ച് കൃത്യമായി മനസ്സിലാകില്ല. അങ്ങനെ തൽക്കാലം എനിക്ക് പറ്റില്ല കേട്ടോ. ഇപ്പോ ഈ ഷാനിഫ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ ശശിയേട്ടനെ ഉൾപ്പെടെ അവഗണിച്ചതിൽ ഒരു സങ്കടം തങ്ങൾക്കുണ്ട്, അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. അതിന്റെ ഭാഗം കൂടിയാണ് മത്സരം എന്നുള്ളതാണ്. ഷാനിഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. പറഞ്ഞിട്ടു. എപ്പോ പറഞ്ഞു? ഇന്ന് ഉച്ചയ്ക്ക് നോമിനേഷൻ കൊടുത്തതിന് ശേഷം. അയാളെ ദിവസേന നിങ്ങൾ ഇന്റർവ്യൂ ഇന്നാള് വേറെ കണ്ടു, ഇന്ന് വീണ്ടും ഉണ്ടായോ? എവിടെ? നഗരസഭേന്റെ അവിടെ. അയാള് നഗരസഭയിലല്ല, എവിടെ? നഗരസഭന്റെ സമീപത്ത് വന്നിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നതെങ്കിലും മത്സരിക്കുന്നതിനെ കുറിച്ച് ധാരണ ഉണ്ടല്ലേ? എവിടെ, എങ്ങോട്ടാണ് മത്സരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബൈറ്റ് എടുത്ത് കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. മിനിഞ്ഞാന്നോ നാലോ നാളെ കണ്ടു ഞാൻ. ഇന്നത്തെ ബൈറ്റ് എനിക്ക് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, ആരും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഇങ്ങനെ അതിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ ഒരു വിഷമമുണ്ടോ ആർക്ക്? താങ്കൾക്ക്? എന്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ നമ്മൾ തമ്മിൽ പങ്കുവെക്കേണ്ടതല്ലോ. എനിക്ക് സ്വകാര്യമായ കുറേ സുഖങ്ങളും സ്വകാര്യമായ ദുഃഖങ്ങളും ഉണ്ടാകും, ഏതൊരു മനുഷ്യനുണ്ടാകും. അത്തരം വികാരങ്ങളൊക്കെ വൈയക്തികമാണ്. ആ വൈയക്തികമായ വികാരങ്ങളൊക്കെ എൻ്റെ പ്രയാസങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ. അത് പരമാവധി വന്നാൽ ഞാനും എൻ്റെ കുടുംബവും തമ്മിൽ മാത്രം ആലോചിക്കേണ്ടതല്ലേ.